ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വന്തമായിട്ടൊരു OTT പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നു. ആ ഒരു റെക്കോർഡ് നമ്മുടെ കേരളത്തിന് സ്വന്തം. ഈ കോവിഡ് വന്ന സമയത്താണ് ഈ OTT പ്ലാറ്റ്ഫോമുകളുടെ ഒരു ഡിമാൻഡ് ഇങ്ങനെ കുത്തനെ കൂടിയത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ഒരു സമയത്തായിരുന്നു തിയേറ്ററുകളൊക്കെ ക്ലോസ് ചെയ്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഈ OTT പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന സിനിമകളുമായിരുന്നു അല്ലേ. ആ ഒരു സമയത്ത് നമ്മളൊക്കെ ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് സിനിമകളും കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഒരു നമ്പർ ഓഫ് ആൾക്കാരുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴും നമ്മുടെ OTT പ്ലാറ്റ്ഫോം തന്നെയാണ്. കറക്റ്റ് അല്ലേ? ഇപ്പോഴും തിയേറ്ററിലേക്ക് പോകാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലാത്ത സിനിമകളെ നമ്മളിങ്ങനെ വേർതിരിച്ച് മാറ്റേണ്ടി വരും. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകളൊക്കെ നമ്മളെല്ലാവരും തിയേറ്ററിൽ തന്നെയാണ് പോയി കാണുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സിനിമകളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ, നമ്മൾ ഈ RRR, KGF തുടങ്ങിയ സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ മലയാളം നോക്കുവാണെങ്കിൽ RDX പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അതൊക്കെ നമ്മൾ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ TV-ലോ കണ്ടാൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTTക്ക് വേണ്ടി മാത്രം ഇറക്കുന്ന സിനിമകൾ. അതായത് നമ്മൾ ഈ പറഞ്ഞ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റിയ സിനിമകൾ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ള സിനിമകളാണ് കൂടുതൽ ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിന്റെ കാര്യത്തിൽ അറിയാവുന്ന കാര്യമാണല്ലോ. ഒരാഴ്ച തന്നെ ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടാണ്. നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കുറെ അധികം സിനിമകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോ ആ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മുടെ കേരള ഗവൺമെന്റ് പുതിയൊരു ഇനിഷ്യേറ്റീവായിട്ട് വന്നിരിക്കുന്നത്. അതൊരു പുതിയ OTT പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു OTT പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണെന്നുള്ള കാര്യം പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ KSFDCയുടെ അണ്ടറിൽ വരുന്ന ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സ്പേസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപിലൊരു സി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ആ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ KSFDC പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിക്ക് പല പല അർത്ഥങ്ങളുണ്ട്. അതിനകത്ത് കൾച്ചർ വരും, അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് വരും, അതുപോലെ സി എന്ന് പറഞ്ഞാൽ ചിത്രാഞ്ജലി എന്ന് വരും, അതുപോലെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് ഈ സി ഉണ്ടല്ലോ, നമ്മൾ ഈ നോക്കുന്ന സി, ആ ഒരു അർത്ഥം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇതേ പേരിലൊരു പ്ലാറ്റ്ഫോം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരും ഏതാണ്ട് സമാന ഉദ്ദേശം തന്നെയാണ്. അപ്പം അവരുടെ സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ്, ക്രിയേറ്റിവിറ്റി അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇത് രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് ആവോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. വരത്തില്ലായിരിക്കും അല്ലേ? പോട്ടെ. അപ്പോൾ നമ്മുടെ പുതിയ OTT പ്ലാറ്റ്ഫോമിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സ്പേസ് എന്നാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്ന ആർക്കാണെന്നറിയോ? നമ്മൾ പ്രേക്ഷകരെക്കാൾ ഉപരി പുതിയ പുതിയ ഡയറക്ടേഴ്സിനാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കുറെ അധികം സിനിമകൾ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ പല സിനിമകൾക്കും തിയേറ്റർ കിട്ടുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വരുന്നതോട് കൂടിയിട്ട് അത്തരം സിനിമകൾ നമുക്ക് നമ്മുടെ ഈ ഒരു സി സ്പേസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കളിക്കാനായിട്ട് പറ്റും കേട്ടോ. അതായത് അത്രയധികം വ്യൂവർഷിപ്പ് ആ ഒരു സിനിമയ്ക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വ്യൂവർഷിപ്പ് കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ നല്ല നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയും. ഇപ്പോൾ IFFK പോലുള്ള ഫെസ്റ്റിവലുകളിലൊക്കെ കളിക്കുന്ന ഒരുപാട് ഗംഭീര സിനിമകളുണ്ട്. ഗംഭീര അഭിപ്രായങ്ങളാണ് ആ സിനിമകളെ കുറിച്ച് പറയുന്നത്. പക്ഷെ അത്തരം സിനിമകൾ തിയേറ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു ഫീഡ്ബാക്ക് ഒന്നും കിട്ടാറില്ല. അത് തിയേറ്ററുടെ പ്രശ്നമല്ല, ഓഡിയൻസിന്റെ പ്രശ്നമല്ല. ആ സിനിമകളെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓഡിയൻസിന്റെ ഒരു വ്യാപ്തി ഉണ്ടല്ലോ, അത് വേണം. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്തരം സിനിമകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സി സ്പേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ സിനിമകൾ മാത്രം കൊണ്ട് അവർ ഇത് ഒതുക്കാനുള്ള ഒരു പരിപാടിയല്ല. കൾച്ചറൽ പ്രോഗ്രാംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പെർഫോമിംഗ് ആർട്സ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് തനതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവർ ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്ന കാര്യം. പിന്നെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന നമ്മുടെ ആമസോൺ പ്രൈം, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് പോലെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല കേട്ടോ. കാര്യം ഇപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ ഹിറ്റായ സിനിമകൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഇറക്കിയ ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ടും ഈ ഒരു OTT പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഡയറക്റ്റ് സിനിമ റിലീസ് ഒന്നും ഇപ്പോൾ ഉടനെ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തിയേറ്റർ റിലീസിന് ശേഷം മാത്രമായിരിക്കും അത്തരം സിനിമകളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എത്ര രൂപ ചാർജ് ആകും എന്നുള്ളതാണ്. ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു മിനിമം കോസ്റ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന മറ്റു OTT പ്ലാറ്റ്ഫോമുകളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഇല്ല കേട്ടോ. പകരം നമ്മൾ ഇപ്പോൾ ഒരു സിനിമ കാണുവാണെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് മാത്രം പൈസ കൊടുത്താൽ മതി എന്നൊരവസ്ഥയാണ്. മനസ്സിലായോ? അതായത് നമുക്ക് ആവശ്യമുള്ള സിനിമകൾക്ക് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. ഇപ്പം ആമസോൺ പ്രൈം പോലൊക്കെ ഉള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മളൊരു വർഷത്തേക്കാണ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കോണ്ടന്റുകൾ ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സിനിമകൾ മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് എത്ര രൂപയാകും എന്നുള്ളതിനൊരു ഉദ്ദേശമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ 75 രൂപയാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അതിപ്പം കൺഫേം ആയിട്ടില്ല.
എങ്കിലും മന്ത്രി പറഞ്ഞിരിക്കുന്നത് 75 രൂപയാണെന്നാണ്. അപ്പോൾ ഇനി നമുക്ക് കണ്ടു തന്നെ അറിയാം എത്ര രൂപ ആകുമെന്ന്. അപ്പം എല്ലാ സിനിമകളും നമ്മൾ കാണുന്ന എല്ലാ സിനിമകൾക്കും 75 രൂപ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ടും ഈ പ്ലാറ്റ്ഫോമിൽ സിനിമ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സിന് അവരുടെ സിനിമ കണ്ടാൽ മതി, അവർക്ക് യാതൊരുവിധ പൈസ ആവശ്യമില്ല എന്നുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രതിഫലം ആഗ്രഹിക്കാതെ ആൾക്കാർ സിനിമ കണ്ടാൽ മതി എന്നൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത്തരം സിനിമകൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കളിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇനി മറ്റു സിനിമകളുടെ കാര്യം നോക്കുവാണെങ്കിൽ 75 രൂപ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അവാർഡ് വിന്നിംഗ് മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, അത്തരം സിനിമകളൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ സർക്കാരിന്റെ ഓൺലൈൻ ബുക്കിങ്ങിന്റെ ആപ്പും ഉടനെ വരുന്നുണ്ട്. ഓർമ്മയുണ്ടോ നമ്മുടെ എന്റെ ഷോ എന്ന് പറഞ്ഞ ആപ്പ്? അപ്പൊ അതും ജനുവരി ആദ്യം തന്നെ വരും എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു എന്റെ ഷോ ആപ്പും അതുപോലെ തന്നെ സി സ്പേസ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമും ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് KSFDCയുടെ ഒരുപാട് നല്ല നല്ല പുതിയ പുതിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഗംഭീരമായ ഒരുപാട് തിയേറ്റേഴ്സും അണിയറയിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.